ചെമ്പനിപ്പ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിച്ച് പറയുന്നുണ്ട്, ചേച്ചി അരുണേട്ടന്റെ വീട്ടിൽ നിന്ന് അമ്മയും അരുണേട്ടനും കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. ദേവു ഭയങ്കര സന്തോഷത്തിലാണ് ഈ കാര്യം വിളിച്ചു പറയുന്നത്. എന്നാൽ രേവതിയാണെങ്കിൽ ദേവു വിളിച്ചതുകൊണ്ട് തന്നെ സച്ചി കേൾക്കാതെയാണ് ഫോണിൽ സംസാരിക്കുന്നത്. അരുണും അരുണിന്റെ അമ്മയും കൂടി ചേർന്ന് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള കാര്യം കേട്ടപ്പോ നീ അവനെ വിളിച്ചായിരുന്നോ, അവന്റെ കോൾ അറ്റൻഡ് ചെയ്തായിരുന്നോ എന്നൊക്കെ രേവതി അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട്. ഇല്ല ചേച്ചി, ഞാന് കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 3-4 തവണ അരുണേട്ടൻ വിളിച്ചു എന്നതിന് ശേഷം ഒരു മെസ്സേജ് അയച്ചതാണ്. ചേച്ചി അവര് വരുന്ന സമയത്ത് ചേച്ചിയും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് തോന്നി. അതുകൊണ്ടാ ചേച്ചി ഞാൻ ചേച്ചിനെ വിളിച്ചത്. ചേച്ചി വരുമോ എന്നുള്ള കാര്യം നമ്മുടെ ദേവു ചോദിക്കുന്നുണ്ട്. ശരി, ഞാൻ വരാം, നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതി വേഗം ഫോൺ വെക്കുന്നുണ്ട്. എന്നതിന് ശേഷം വേഗം പേഴ്സ് എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു ഓർഡറിന്റെ കാര്യം സംസാരിക്കാനാ എന്ന് പറഞ്ഞിട്ടാണ് രേവതി വേഗം അവിടുന്ന് പോകുന്നത് കേട്ടോ. ദേവുവിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചെക്കനെ കണ്ടെത്താൻ വേണ്ടി പോവാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നീ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ സച്ചി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോ എന്തായിരിക്കും ഇങ്ങനെ പോകുന്നതെന്ന്. അതേസമയം നമ്മുടെ ദേവു ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ ശരത്തിന്റെ അടുത്തൊക്കെ അരുണും അരുണിന്റെ അമ്മയും കൂടി വരുന്ന കാര്യത്തെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രേവതി വേഗം തന്നെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ചെന്ന ഉടനെ ലക്ഷ്മിയുടെ അടുത്ത് അരുണിന്റെ അമ്മ വരുന്നുണ്ടല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ. ആ, ദേവു അങ്ങനെയാണ് പറഞ്ഞത്. ഇനിയിപ്പോ എന്തിനാണ് അവർക്ക് ഇങ്ങോട്ട് വരുന്നത്, എന്തിനാണെങ്കിലും അമ്മ അവര് വന്നോട്ടെ, നമുക്ക് സംസാരിച്ച് നോക്കാം എന്ന് രേവതി പറയുന്നുണ്ട്. ശരത്താണെങ്കിൽ റെഡി ആയിട്ട് ഇറങ്ങുവാണേ. നീ പോവാറായില്ലടാ എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് അരുണേട്ടന്റെ വീട്ടിൽ നിന്ന് അവര് വരുന്ന കാര്യത്തെ കുറിച്ച് ദേവു പറഞ്ഞു. അതുകൊണ്ട് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് നിന്നതാണെന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിൽക്കുന്നത് കേട്ടോ. ഇതുകൂടി കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ദേവുവിനെ അങ്ങനെ നോക്കുവാണേ. ശരിക്കും രേവതിയാണ് എല്ലാ രീതിയിലും പെട്ടിരിക്കുന്നത്. സച്ചിയാണെന്നുണ്ടെങ്കിൽ അമ്പനും വില്ലിനും അടുക്കുന്നില്ല. എന്നാൽ ദേവുവിന് അവനെ മനസ്സിൽ നിന്ന് മായ്ക്കാനും പറ്റത്തുമില്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അവര് സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ അരുണും അമ്മയും കൂടി ചേർന്ന് ദേവുവിന്റെ വീടിന്റെ അവിടെ ചെന്നിട്ട് വണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ദേവുവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ നമ്മുടെ അരുണും കൂടി അമ്മയ്ക്കൊപ്പം ചെല്ലുന്നുണ്ട്. എന്നാ അമ്മ പറയുന്നത് നീ ഇവിടെ നിന്നാ മതി എന്നാണ്. അതെന്താ അമ്മയെന്ന് അരുൺ ചോദിക്കുമ്പോഴാണ് അവര് നിന്റെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം പോയിട്ട് സംസാരിക്കാം എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് അരുൺ പുറത്തു നിൽക്കുകയും എന്നതിന് ശേഷം അമ്മ ഉള്ളിലേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അരുണിന്റെ അമ്മയെ കണ്ടുടനെ ദേവു ഇത് അരുണേട്ടന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ദേവുവിന്റെ അടുത്ത് അകത്ത് പോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അരുൺ നടന്ന കാര്യങ്ങളെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞു. അവർ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. ദേവു ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. എനിക്ക് ദേവുവിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്റെ മകനായതുകൊണ്ട് പറയല്ല, അവനും നല്ലൊരു പയ്യൻ തന്നെയാണ്. ദേവുവിനെ പോലെ ഒരു പെൺകുട്ടി എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യമാണ്. സച്ചി എന്ന് പറയുന്നത് മോളുടെ ഭർത്താവാണല്ലേ എന്ന് നമ്മുടെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ട് ദേവു എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ട എന്നുള്ള മട്ടിലാണ് ലക്ഷ്മി ദേവുവിന്റെ അടുത്ത് അകത്തേക്ക് പോവാൻ വേണ്ടി പറഞ്ഞത്. അരുൺ സച്ചിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സച്ചി ഇടയ്ക്കിടയ്ക്ക് അരുണുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം സച്ചിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ് അരുണിന്റെ അമ്മ സംസാരിച്ചത്. അങ്ങനെ സച്ചി ആരെടുത്തും വമ്പെടുക്കാൻ വേണ്ടിട്ട് പോകുന്ന ഒരാളല്ല. സച്ചി നല്ല സ്നേഹമുള്ള ഒരുത്തനാണ്. നിങ്ങളുടെ മകനാണ് വെറുതെ ആവശ്യമില്ലാത്ത സച്ചിയുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മ ഇപ്പൊ എന്തിനാണ് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ചെറിയ ദേഷ്യമുണ്ട്. അവര് കാണുന്ന സമയത്ത് അതിന്റെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. ഇനിയിപ്പോ അടുത്തത് എന്ത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ ദേവുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ലക്ഷ്മിക്ക് തോന്നുന്നത്. ലക്ഷ്മി ഇങ്ങനെ രേവതിയെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അരുണിന്റെ അമ്മ ചോദിക്കുന്നത് നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നാണ്. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് ലക്ഷ്മി സംസാരിക്കാൻ വേണ്ടി പോകുന്നെങ്കിലും രേവതി അതിനൊക്കെ തടയിടുന്നുണ്ട് കേട്ടോ. ദേവും അതുപോലെ തന്നെ അരുണും പരസ്പരം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. എന്റെ പയ്യനായതുകൊണ്ട് പറയാണ്. നല്ല പയ്യനും ദേവു നല്ലൊരു പെൺകുട്ടിയുമാണ്. അവള് നന്നായിട്ട് കെയർ ചെയ്യുന്ന കുട്ടിയാണ്. നല്ല പക്വതയുള്ള കുട്ടിയാണ്. അവളെ പോലുള്ള ഒരു മരുമകള് എന്റെ വീട്ടിലേക്ക് കയറി വരണമെന്ന് ഞാനാണ് മനസ്സാലെ ആഗ്രഹിച്ചത്. അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനേക്കാളും വലിയൊരു സന്തോഷം വേറെ ഇല്ല എന്നൊക്കെ
അരുണിന്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ദേവു അവിടെ നിന്ന് മറിഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ. അരുണും അതുപോലെ തന്നെ സച്ചിയും തമ്മിൽ എന്തൊക്കെയോ ഒരു ദേഷ്യം വന്നിട്ടുണ്ട്. ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കല്യാണം നടത്തി തരില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് കേട്ടു എന്നും കൂടി നമ്മുടെ അരുണിന്റെ അമ്മ പറഞ്ഞ കേട്ട ഉടനെ അങ്ങനെ ഒരാളോട് ദേഷ്യം വെച്ച് പെരുമാറുന്ന ഒരാളൊന്നുമല്ല സച്ചി. എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് സച്ചിയാണ്. എന്റെ മകള് രേവതിയെ അവൻ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ നോക്കിയും കണ്ടും ചെയ്തു തരുന്നുണ്ട്. എന്റെ മകൻ തെറ്റായ വഴിയിലൂടെ പോയപ്പോ അവനെ നേർവഴിക്ക് കൊണ്ടുവന്ന് അവനെ ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണം എന്റെ സച്ചിമോനാണ്. സച്ചി ഈ വീടിന്റെ മരുമകനല്ല, എന്റെ മൂത്ത മകനായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. അങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്ന ഒരാളല്ല സച്ചി എന്നൊക്കെ ലക്ഷ്മി പറയുന്നത് കേൾക്കുമ്പോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. വീട്ടില് ഒരാള് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ പുറത്ത് അവര് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. സച്ചി കാരണമാണ് ഇപ്പൊ അരുൺ സസ്പെൻഷനിൽ നിൽക്കാൻ തന്നെ കാരണം സച്ചിയാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോ ലക്ഷ്മിക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതിലൊരിക്കലും സച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല. ദയവ് ചെയ്ത് നിങ്ങൾ സച്ചിയെ കുറിച്ചിട്ടൊന്നും പറയരുത്, സച്ചി നല്ലവനാണ്. തുടർന്ന് രേവതിയാണ് കേട്ടോ പറയുന്നത്. അവര് തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എനിക്കറിയാമേ. തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതെല്ലാം സംസാരിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും അവരുമായിട്ട് സംസാരിക്കാന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും രേവതി എന്ന് വിളിച്ചുകൊണ്ട് നീ നിർത്ത്. ദേവുവിന് ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നിട്ട് നിന്നുകൊണ്ട് നടത്തുന്ന ആദ്യത്തെ ആള് സച്ചിയായിരിക്കും. എന്നാ നിങ്ങളുടെ മകനാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ട് വരില്ല എന്നുള്ള കാര്യം സച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ട അരുണിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അത് തീരുമാനം എടുക്കേണ്ടത് സച്ചിയല്ലല്ലോ. നിങ്ങളുടെ മകളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളല്ലേ ജീവിക്കാൻ വേണ്ടി പോകുന്നത്. അരുണും അതുപോലെ ദേവു അല്ലേ. നിങ്ങളുടെ സച്ചി ചിലപ്പോൾ നല്ലവനായിരിക്കാം, പക്ഷേ നിങ്ങളുടെ മകളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യമല്ലേ നിങ്ങൾ ഇപ്പൊ നോക്കേണ്ടത്. നിങ്ങളമ്മയെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. സച്ചിയേട്ടന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാന് നോക്കാന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും രേവതി ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രേവതിയെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി അനുവദിക്കുന്നില്ല കേട്ടോ. ഇത് നോക്കൂ, സച്ചി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ആ തീരുമാനമാണ് ഞങ്ങൾക്ക് ഇപ്പൊ പ്രധാനം. സച്ചിയുടെ സമ്മതം ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. സച്ചിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. സച്ചി എന്തായാലും ഈ ബന്ധം വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. അത് മാത്രമല്ല ദേവുവിന് വേറെ ചെക്കനെ അവൻ നോക്കുന്നുണ്ട്. നിങ്ങൾ കല്യാണത്തിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ മറന്നേക്ക്, അതെന്തായാലും നടക്കില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നിങ്ങളുടെ മകളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അതല്ലേ നിങ്ങൾ നടത്തി കൊടുക്കണ്ടേന്നൊക്കെ അരുണിന്റെ അമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് നോക്കൂ, ഞങ്ങള് സാധാരണ കുടുംബത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മുന്നോട്ട് വരുന്ന ഒരാളാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് കിട്ടണമെന്നില്ല. എന്തായാലും സച്ചി എന്റെ മകൾക്ക് നല്ലൊരിടം നോക്കിയിട്ട് നല്ലൊരു പയ്യനെ കണ്ടെത്തും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സച്ചിയുടെ തീരുമാനം എന്താണോ അതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മിയാണെങ്കിൽ നീ മിണ്ടാതിരിക്കും രേവതി, നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് മാന്യമായുള്ള രീതിയിൽ ലക്ഷ്മി അവിടുന്ന് പറയുവാണ് കേട്ടോ. പിന്നെ വീണ്ടും ഒന്നും പറയാൻ വേണ്ടി പറ്റാതെ നമ്മുടെ അരുണിന്റെ അമ്മയാണെങ്കിൽ അവിടുന്ന് വിഷമത്തോട് കൂടിയിട്ട് ഇറങ്ങുവാണ്. പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അരുണിന്റെ അമ്മ വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അവരങ്ങ് പോയതും നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, വന്നവരെടുത്ത് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. ഞാൻ സംസാരിച്ചത് ശരി തന്നെയാണ്. നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് വഷളാക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ദേവു എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. ദേവു പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഇത് നോക്ക് ദേവു, സച്ചി ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അതാണ് നമ്മൾ അവന് കൊടുക്കുന്ന മര്യാദ. നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ സച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. അത് നീ മനസ്സിലാക്കണം. സച്ചിയെ എതിർത്ത് ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ പോലും വിചാരിക്കണ്ട. അതൊരിക്കലും നിനക്കോ ഈ കുടുംബത്തിന് നല്ലതായിരിക്കില്ല. മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ദേവുവിന്റെ അടുത്ത് നിന്ന് പോവാണ് കേട്ടോ ലക്ഷ്മി. അരുണും അതുപോലെ തന്നെ അരുണിന്റെ അമ്മയും കൂടി ചേർന്ന് വീട്ടിൽ വരുന്നു എന്നുള്ള കാര്യം കേട്ടപ്പോഴൊക്കെ നമ്മുടെ ദേവു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. എന്നാ അമ്മ അവരെ പറഞ്ഞയച്ച രീതി നമ്മുടെ ദേവുവിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അത് മാത്രമല്ല ഇനി ഇതൊരിക്കലും നടക്കില്ല എന്നുള്ളൊരു തോന്നലും നമ്മുടെ ദേവുവിന്റെ മനസ്സിലേക്ക് വരികയും ദേവു ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. അരുണിന്റെ അരികിലേക്ക് അമ്മ എത്തുമ്പോ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അരുൺ എന്തായി എന്നുള്ള കാര്യം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇവര്. എന്തായാലും ഈ ബന്ധം ശരിയായിട്ട് വരുന്നുള്ള കാര്യം മോനെ എനിക്ക് തോന്നുന്നില്ല. അതെന്താ അമ്മേ? അവർക്ക് സച്ചി പറയുന്ന കാര്യങ്ങളാണ് വേദവാക്യം. അവര് അവന്റെ വാക്ക് മേറിയിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. ഞാനും ഒരുപാട് അവരോട് സംസാരിച്ചു നോക്കി, പക്ഷെ അവര് അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവരുടെ മൂത്ത മരുമകൻ പറയുന്നതിനനുസരിച്ചിട്ടല്ലാണ്ട് ഈ കല്യാണം എങ്ങനെ നടക്കൂ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഓ, അപ്പോ അവൻ സമയം നോക്കിയിട്ട് എന്നെ പഴിവാങ്ങാൻ വേണ്ടി നോക്കുവാണല്ലേ? അവന്റെ സമ്മതം കൊണ്ട് മാത്രമാണോ എനിക്ക് ദേവുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റുക? ഇപ്പൊ ഞാൻ അമ്മ പറയുന്നു, അവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ദേവു തന്നെയായിരിക്കും എന്റെ ഭാര്യ. അവൾ തന്നെയായിരിക്കും അമ്മയുടെ മരുമകളും. അതില് ഒരു മാറ്റവും ഉണ്ടാവില്ല.
അമ്മ വന്ന് വണ്ടി കയറിയെന്ന് അരുൺ പറയുന്നുണ്ട്. അരുണിന്റെ ആ മാറ്റവും ഇതൊക്കെ നമ്മുടെ അരുണിന്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബൈക്കിൽ കയറിയിട്ട് അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് സച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഷെഡിലേക്ക് നമ്മുടെ ദേവു ചെല്ലുന്നതാണ്. ദേവുവിനെ കണ്ട ഉടനെ നീ എന്താ ദേവു ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് ചായ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, എന്താ വന്ന കാര്യം പറയാന് സച്ചി പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ട് സച്ചിയേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത്. അപ്പോ ദേഷ്യപ്പെടുന്ന രീതിയിൽ എന്തോ ഒരു കാര്യമാണ് നീ പറയാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലേ? സച്ചിയേട്ടൻ നല്ലവനാണെന്നുള്ള കാര്യം എനിക്കറിയാം. അല്ലെങ്കിലും ഇപ്പോ നല്ലവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. സച്ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സച്ചേട്ടൻ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. അത് അറിഞ്ഞാൽ നല്ലത് എന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സച്ചേട്ടനെ പോലെ തന്നെ അരുണേട്ടനും നല്ലവൻ തന്നെയാണ്. ഓ പിന്നെ ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരാളെ എന്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്യില്ല. അവരുമായിട്ട് ഇടപഴകിയതിന് ശേഷമാണ് അവരും അവരുടെ അമ്മയൊക്കെ നല്ലവരാണെന്ന് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അവർക്ക് എന്നോട് നല്ല സ്നേഹവുമാണ്. അരുണിന് കുറച്ച് ദേഷ്യമുണ്ട്, അല്ലാതെ അവർക്ക് വേറെ ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. അവരുടെ ജോലിയിൽ കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പോഴേക്ക് സച്ചി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളാരും ഞങ്ങളുടെ ജോലിയിൽ കറക്റ്റ് അല്ലേ എന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സച്ചേട്ടന് ഞങ്ങൾ കുടുംബത്തോട് സ്നേഹമുണ്ട്, അതെനിക്കറിയാം. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണോ നോക്കുക അതുപോലെ തന്നെയാണ് സച്ചേട്ടൻ ഞങ്ങളെ നോക്കുന്നത്. സച്ചേട്ടന്റെ മേലുള്ള മര്യാദ കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ സച്ചേട്ടന്റെ അരികിലേക്ക് തേടി വന്നത്. അരുണേട്ടന് എന്തായാലും നമ്മുടെ കുടുംബത്തിന് പറ്റിയ ആളായിട്ട് തന്നെ നിൽക്കും. അമ്മയും അതുപോലെ തന്നെ ശരത്തിനെയൊക്കെ നന്നായിട്ട് നോക്കും. അപ്പോ ഞാനെന്താ നിങ്ങളെ നന്നായിട്ട് നോക്കില്ലേ? എന്റെ മേലെ എനിക്ക് വിശ്വാസമല്ലേ എന്ന് ചോദിക്കുമ്പോ അയ്യോ സച്ചേട്ടൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സച്ചേട്ടനെ പോലെ തന്നെ അരുണേട്ടനും നല്ല ആള് തന്നെയാണെന്ന് പറയുമ്പോൾ നീ വേണമെങ്കിൽ ഞാൻ മോശപ്പെട്ടവനാന്ന് പറഞ്ഞോ, പക്ഷെ അവൻ നല്ലതാണെന്നുള്ള കാര്യം നീ പറയരുത്. നീ എന്തിനാണ് അവനെയും എന്നെയും ഒരുമിച്ച് ചേർത്ത് സംസാരിക്കുന്നത്? അയ്യോ സച്ചേട്ടൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്താണ് എല്ലാം തെറ്റായിട്ട് എടുക്കുന്നത്? ഞാനല്ലെങ്കിലും എല്ലാം തെറ്റായിട്ട് എടുക്കുന്ന ആള് തന്നെയാണ്. കാരണം ഞാനൊരു പൊട്ടനാണല്ലോ. നിങ്ങൾ മാത്രം എല്ലാം ശരിയായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ആൾക്കാര്. നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിശാലികളാണല്ലോ. അയ്യോ സച്ചേട്ടൻ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല. സച്ചേട്ടനോടുള്ള സ്നേഹവും മര്യാദയും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചത്. സച്ചേട്ടനെ ഇഷ്ടമല്ലാതെ ഒരു കാര്യവും നടക്കരുതെന്നുള്ള ആഗ്രഹവും എനിക്കുണ്ട്. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയതിനു ശേഷം ഞങ്ങളെ കാക്കാനും ഞങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ആരും ഇല്ലെന്നാ വിചാരിച്ചത്. എന്നാൽ സച്ചേട്ടൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ ഭയം പോയത്. എന്റെ അച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് സച്ചേട്ടനെ വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ കുറച്ച് സമാധാനപരമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കൂ. നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്തായാലും നീ കാര്യം പറയുന്നത് സച്ചി പറയുന്നുണ്ട്. സച്ചേട്ടാ ഞാൻ അദ്ദേഹത്തെ കണ്ട് ഉടനെ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടതൊന്നുമല്ല. അവരുമായിട്ട് പഴകി സംസാരിച്ച് അവരുടെ സ്വഭാവങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇത് നോക്ക് ദേവു, നീ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് അവൻ എത്രക്കാരനാണെന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ എന്തൊക്കെ ചെയ്താലും നിനക്കവൻ നല്ലവനായിട്ട് തന്നെ തോന്നത്തുള്ളൂ. ഇല്ല സച്ചേട്ടാ, ഞാന് അവരെ ഇഷ്ടപ്പെട്ടതിന് ശേഷമല്ല അവരെ കുറിച്ചിട്ട് അന്വേഷിച്ചത്. അവരെ കണ്ട് അവരെ കുറിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. ശരി, നീ എന്തായാലും നോക്കിയും കണ്ട് അവനെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ അടുത്തത് എന്താ നടക്കാൻ വേണ്ടി പോകുന്നത്? എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചേട്ടൻ പറഞ്ഞു വരുന്നത് എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ സച്ചേട്ടന്റെ സമ്മതം ഇല്ലാതെ ഒരിക്കലും ഈ വിവാഹം നടക്കില്ല. സച്ചേട്ടൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം. ഇന്ന് അരുണേട്ടന്റെ അമ്മ എന്നെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നായിരുന്നു. കേട്ട ഉടനെ സച്ചി ചോദിക്കുന്നത് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിച്ചോ എന്നാണേ. ഇല്ല സച്ചേട്ടന്റെ സമ്മതം ഇല്ലാതെ ഇത് നടക്കില്ല എന്നുള്ള കാര്യം അമ്മ അവരെടുത്ത് പറഞ്ഞു. ഞാനും അതിന് ശരിയെന്ന് തന്നെയാണ് പറഞ്ഞത്. സച്ചേട്ടൻ വേണമെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു നോക്കൂ. ആ സമയത്ത് ചേച്ചിയും വീട്ടിലുണ്ടായിരുന്നു. ഓ, അവള് വീട്ടിലേക്ക് വന്നായിരുന്നോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇത് നോക്ക് ദേവു, നിന്നെ ഞാൻ എന്റെ ഭാര്യയുടെ അനിയത്തിയായിട്ടല്ല കാണുന്നത്, എന്റെ സ്വന്തം പെങ്ങളായിട്ടാണ്. ഇപ്പോഴും നീ എന്റെ കണ്ണുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി മാത്രമാണ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് അവനെ ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം, അത് തന്നെ തെറ്റാണ്. ഇഷ്ടപ്പെട്ട് അവന്റെ കൂടെ ജീവിതം തുടങ്ങിയിട്ട് 6 മാസം പോലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പറ്റാതെ അവസാനം കോർട്ടിന്റെ പടിക്കൽ പോയി നിന്നിട്ടുണ്ട്. ഒരുപാട് പേര്, ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഒരു ദിവസം എന്റെ കാറിനകത്ത് ഒരു പെൺകുട്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവള് കരയുന്നത് കണ്ട് കാര്യം ഞാൻ അന്വേഷിച്ചപ്പോ 6 മാസമായിട്ട് അവൾ ഒരുത്തനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അതിനുശേഷം കല്യാണം കഴിച്ചിട്ട് 6 മാസം പോലും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അവളെ ഞാൻ കൊണ്ട് ഇറക്കി വിട്ടത് വേറെ എവിടെയല്ല, കോർട്ടിന്റെ പടിയിലായിരുന്നു. ഇതുപോലെ ഒരുപാട് ആൾക്കാര് ഇങ്ങനെ നടന്നവരുണ്ട്. ഇല്ല സച്ചേട്ടാ, എന്റെ വിഷയത്തില് ഒരിക്കലും അങ്ങനെ നടക്കില്ല എന്ന് ദേവു പറയുന്നുണ്ടെങ്കിലും ദേവു എല്ലാരും അങ്ങനെ തന്നെയാ പറയാ. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ എല്ലാം അറിഞ്ഞതുപോലെ തന്നെയാണ് സംസാരിക്കുക. ഒരാള് ചിരിച്ച് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ലവൻ, അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഒരിക്കലും നിനക്ക് ചേർന്ന ഒരാളല്ല. എന്തിന്, അവൻ നല്ലൊരു തന്നെയല്ല. അവൻ പക മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അത് പഴി വാങ്ങാൻ വേണ്ടി നോക്കുന്നവനാണ്. നാളെ കല്യാണം ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ അവന്റെ ഭാര്യയെ അങ്ങനെ തന്നെ
നടത്തത്തുള്ളൂ. അവൻ കുടുംബം നടത്താൻ യോഗ്യതയുള്ളവനല്ല. നിന്റെ ലൈഫാണ് സ്പോയിൽ ആവാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പോഴും ദേവു ഇങ്ങനെ ഇല്ല സച്ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. ദേവു നിന്റെ അടുത്തല്ലേ പറയുന്നത്, നിനക്കെന്താ പറയുന്നത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലേ? നല്ലവനെ, നല്ല പഠിച്ചവനെ നിനക്ക് വേണ്ടി കണ്ടെത്താൻ വേണ്ടിട്ട് എനിക്ക് പറ്റും. ഞാന് ഓൾറെഡി തേടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല സച്ചേട്ടാ ഞാൻ എന്നൊക്കെ പറയുമ്പോ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. നിനക്ക് ഞാൻ നല്ലൊരു ലൈഫ് തന്നെ കണ്ടെത്തി തരും. നിനക്ക് എന്റെ മേലെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മ പറഞ്ഞല്ലോ എന്റെ സമ്മതം ഇല്ലാതെ ഇത് നടക്കില്ല എന്നുള്ള കാര്യം. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് അനുഭവമുണ്ട്, ജീവിതാനുഭവം. നല്ലത് ചീത്തത് ഏതാന്നുള്ള കാര്യം അവർക്കറിയാം. എന്നാ നീ അങ്ങനെയല്ല, ചെറിയ പെൺകുട്ടിയാണ്. നിനക്ക് ആ പക്വത ഇതുവരെ വന്നിട്ടില്ല. നിനക്ക് എന്താണോ ശരി അത് ഞാൻ ചെയ്യും, പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ദേവുവിനോട് ഓടിക്കുവാണേ. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയെ കാണാൻ വേണ്ടിയിട്ട് അരുൺ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അരികിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് എന്നെ കുറിച്ച് എന്താണോ പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയില്ല. അതല്ലല്ലോ നിങ്ങൾ എന്താണ് പറയാൻ വേണ്ടി വന്നത് വെച്ചാൽ അത് പറയാൻ വേണ്ടിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട്. ഞാന് നിങ്ങളുടെ അനിയത്തെ സ്നേഹിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞല്ലോ. അവളെ ഇഷ്ടപ്പെടുന്നത് ആരെയാന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ കൂട്ടി കൊണ്ടുവന്നു. പക്ഷെ അതൊരിക്കലും നിങ്ങളാണെന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് രേവതി പറയുവാണ്. ഞാന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര മോശപ്പെട്ട ഒരാളൊന്നുമല്ല. എന്റെ ഭാര്യയായിട്ട് ദേവു വരണം എന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞാൻ ഒരു പെൺകുട്ടിയെയും സ്നേഹിച്ചിട്ടില്ല. അത് മാത്രമല്ല എന്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ദേവുവിനെ ഞാൻ എന്നാണോ കണ്ടത് അന്നു മുതലാണ് എനിക്ക് ദേവുവിനെ ഇഷ്ടമായതും അവളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയതും. ഇത് കേട്ട് രേവതിയും പറയുന്നുണ്ട്, അവളും ഒരിക്കലും കല്യാണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള കുട്ടിയല്ലായിരുന്നു. കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നടന്നതാണ്. എപ്പോ ചോദിച്ചാലും അവള് വേണ്ട വേണ്ട എന്ന് തന്നെയാ പറയാറ്. നിങ്ങൾ കാരണമാണ് അവളുടെ മനസ്സ് മാറിയത്. ഞങ്ങള് ചെറിയ കുട്ടികളാവുന്ന സമയത്ത് തുടങ്ങിയ സ്നേഹമൊന്നുമല്ല, രണ്ടുപേരും മെച്ചുവേർഡ് ആയതിനു ശേഷമുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. രണ്ടുപേരും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ ദേവുവിനെ പൊന്നുപോലെ നോക്കും. ദേവുവിനെ മാത്രമല്ല നിങ്ങളുടെ കുടുംബം എന്റെ സ്വന്തം കുടുംബം പോലെ തന്നെ വിചാരിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഞങ്ങൾക്കും അങ്ങനെ കുടുംബക്കാരൊന്നും കൂടുതലായിട്ടില്ല. എനിക്ക് എന്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയായിട്ടല്ല ദേവുവിനെ, എന്റെ അമ്മയ്ക്ക് നല്ലൊരു മരുമകളായിട്ടും കൂടിയാണ് ദേവുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ദേവു എന്റെ ഭാര്യയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫും ശരിയാകും. അതുപോലെ തന്നെ എന്റെ അമ്മയും ഒരുപാട് സന്തോഷിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അനിയത്തിയുടെ ജീവിതം എന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവള് സന്തോഷവതിയായിരിക്കും. ദേവു എന്റെ മുമ്പിലേക്ക് വെച്ച ഒരേ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ രണ്ട് കുടുംബത്തിന്റെയും പൂർണ്ണ സമ്മതത്തോടു കൂടി വേണം ഈ കല്യാണം നടക്കാൻ എന്നുള്ളതാണ്. അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. ദേവു ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ മേറിയിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്കറിയുന്ന രേവതി പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് വന്ന് സംസാരിച്ചത്. ഞങ്ങളുടെ വിവാഹം നടത്തി തരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണം. നിങ്ങൾക്കറിയാലോ ആരുടെ കാരണമാണ് ഈ വിവാഹം നടക്കാതെ പോവുക എന്നുള്ള കാര്യം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അനിയത്തിയുടെ ഇഷ്ടപ്രകാരം തന്നെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലെന്ന് ചോദിക്കുമ്പോൾ അതില്ലാതിരിക്കോ, എന്റെ അനിയത്തി എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കണം എന്ന് തന്നെയായിരിക്കുമല്ലോ എന്റെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം പറയേണ്ടത്. ആരെയും തേടി പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല എന്ന് അരുൺ പറയുമ്പോഴേക്കും നിങ്ങളുടെ മേലും തെറ്റുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാതെ സച്ചേട്ടന്റെ ലൈസൻസ് ക്യാൻസൽ ആക്കാൻ വേണ്ടി നോക്കിയതല്ലേ. ഇനിയിപ്പോ എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല. ഇതിനിടയിൽ പെട്ടിരിക്കുന്നത് എന്റെ അനിയത്തിയാണ്. ഞാൻ സത്യസന്ധമായിട്ടാണ് ദേവുവിനെ സ്നേഹിക്കുന്നത്. ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് തരണോ എന്നുള്ള കാര്യം പറയുവാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് വന്ന് പറയണമെന്നുള്ള കാര്യം എനിക്ക് തോന്നി. ഞാൻ വന്ന് പറഞ്ഞു. കാരണം എന്നെക്കാൾ ഉത്തരവാദിത്തം ഈ കാര്യത്തിൽ നിങ്ങൾക്കായിരിക്കുമല്ലോ. ഈ കാര്യത്തിൽ ഞാനല്ല ഒരാൾ തീരുമാനം എടുക്കേണ്ടത്. എന്റെ അമ്മയും അതുപോലെ തന്നെ എന്റെ ഭർത്താവും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അതിനൊക്കെ ഉപരി നിങ്ങളുടെ അനിയത്തിയുടെ മനസ്സിൽ എന്താണോ അതല്ലേ പ്രധാനം. അത് കേട്ട് രേവതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി നിങ്ങളുടെ തീരുമാനം എന്താണോ അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അരുൺ അവിടുന്ന് പോവാണ്. തുടർന്ന് നമ്മുടെ രേവതി വീട്ടിലേക്ക് തിരിച്ചെത്തുവാണേ. വീട്ടിൽ പോകുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ രേവതി പറഞ്ഞിട്ടാണ് രാവിലെ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദേവു വന്ന് സംസാരിച്ചപ്പോൾ രേവതി അവിടെ പോയിരുന്നു എന്നും അവർ കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് രേവതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമ്മുടെ സച്ചിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്തിനാണ് കള്ളം പറഞ്ഞു പോയെന്ന് ചോദിക്കുവാണേ. രാവിലെ തന്നെ വെറുതെ സച്ചേട്ടന്റെ ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതങ്ങനെ എടിപിടിന്ന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, സമാധാനപരമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. ദേവുവിന് എന്റെ മേലെ മര്യാദയുണ്ട്. അതുകൊണ്ടാണ് അവൾ എന്നെ തേടി പിടിച്ചു വന്നിട്ട് കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് തുറന്നു പറഞ്ഞത്. പൊതുവെ അവളാണ് കാര്യങ്ങളെല്ലാം മറച്ചു വെക്കേണ്ടത്. കാരണം അവക്കാണല്ലോ അരുണിനെ കല്യാണം കഴിക്കേണ്ടത്. പക്ഷെ നീ എന്തിനാണ് എന്നിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് വലിയൊരു കാര്യമായിട്ടൊന്നും സച്ചേട്ടൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ മറച്ചു വെച്ചൊന്നുമില്ല. വെറുതെ സച്ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് മാത്രം ഞാൻ പറയാണ്ടിരുന്നത്. ശരി, നിങ്ങൾ ദേവുവിന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ഞാൻ തെളിവായിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു ഇവൻ നിനക്ക് സെറ്റ് ആവില്ല എന്നും അവൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു പയ്യനെ തന്നെ നോക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം. എന്തിനാ സച്ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്? സമാധാനപരമായിട്ട് സംസാരിച്ചിട്ട് ഈ കല്യാണം നടത്തി കൊടുത്താൽ പോരെ. അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല.
ഇന്ന് അരുൺ എന്നെ കണ്ട് സംസാരിച്ചിരുന്നു എന്ന് പറയണേ. അവള് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ചിരിക്കുകയാണ്. അവൻ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? ദേവു എന്ന് പറയുന്നത് എന്റെയും കൂടി അനിയത്തിയാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞേക്ക്. അവൻ മനസ്സിൽ പോലും വിചാരിച്ച കാര്യം നടക്കില്ല. ഇനി എന്നെ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും അതിന്റെ പുറകെ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് പറഞ്ഞ ദേഷ്യത്തിലാണ് കേട്ടോ സച്ചി ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഒരു രീതിയിലും നമ്മുടെ സച്ചി ഈ കാര്യത്തിന് സമ്മതിക്കില്ല എന്നുള്ള ഒരു രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സച്ചിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഈ വിവാഹം നടക്കുന്നുണ്ട്.